എന്തൊരു സ്വഭാവമായത്? ഇത് രാവിലെ അടിച്ച മിറ്റാണ്, കണ്ടാ പറയല. ഇനി എപ്പോഴും വന്ന് ഇനി കൊറേ നേരം എത്തിരിക്കുന്നേ. ശോഭേച്ചിയാ? ഞാൻ കുറച്ചു നേരം. എന്റെ മുഖത്തെന്തൊരു വിഷമം പോലെ? ഒന്നുമില്ല ശോഭേച്ചിയെ. ഒന്നുമല്ലാന്നോ? ശോഭേച്ചി അങ്ങ് ആകെ പ്രശ്നങ്ങളാണ്. എന്തായാലും ഓളിങ്ങനെ ഗുണ വർത്താനം പറഞ്ഞിട്ട് വെറുതെ വെച്ചാറുണ്ടാക്കാന്ന്. ആന്നോ? ഞാനത് നടന്ന് ഇങ്ങ് പോന്നാ. ആന്നോ? പ്രശ്നങ്ങളാ? പ്രശ്നങ്ങളൊക്കെ ആർക്ക് പറയാ. ഞാൻ ഒരു കസേല ഇങ്ങ് എടുക്കട്ടെ. പറയാനേ എന്തൊക്കെയാ പ്രശ്നങ്ങള്? പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത്, ഞാൻ ഇന്ന് പണിക്ക് പോയി വൈകുന്നേരം വന്നേ. വൈകുന്നേരം വന്നിട്ട് ഓളോട് ചായക്ക് വെച്ചിട്ട് ഓളൊരു ക്ലാസിന്റെ അകത്ത് ഒരു കാടി വെള്ളം പോലത്തെ അവിടെ വെച്ചോളങ്ങ്. അത് ശരിയല്ലല്ലോ, കുടിപ്പിച്ചിരണ്ടേ? കുടിപ്പിച്ചിരൊന്നും വേണ്ട, എന്നാലും ഒരു വെക്കുന്നതിന് ഒരു മര്യാദ ഇല്ലേ? ഒരു കാടി വെള്ളം കൊണ്ട് നേർച്ചെടുക്കുന്നതിനോട്ട് അങ്ങ് പോയതല്ലേ. നിങ്ങളെന്താ കിളിക്കുന്ന? നിങ്ങൾക്ക് ഒരു എന്തോ മക്കാർമാര്? അല്ല, ഞാൻ ചിരിച്ചിക്കൊന്നുമില്ല, ഞാൻ അങ്ങനെ കേട്ടതല്ലേ. അങ്ങനെയൊക്കെ ഒരു ആണുങ്ങളെ പണിക്ക് കാലൊക്കെ ഉള്ളതൊന്നും അയക്കല്ലേ, പാല് ആർന്ന ചായ അയക്കൂ. എന്നാലും ഒരു ഇതുണ്ടല്ലോ, ഒരു മര്യാദ ഉണ്ടല്ലോ എടുക്ക. ഒരു ആണുങ്ങൾക്ക് കൊണ്ട കൊടുക്കുമ്പോ അതിന്റെ ഇതൊക്കെ അല്ലേ? അല്ലടാ, മേശേമിലല്ലേ ചായ വെച്ചത്. എന്നാലും ഇല്ലേ ഒരു കൂട്ടലൊക്കെ വേണ്ട, എന്തെങ്കിലും ഇതാക്കണ്ടേ? ഇനിയൊന്നും വാങ്ങിക്കണ്ടൊക്കെ വാങ്ങി എത്ര അങ്ങ് മൈദപ്പൊടി ഉണ്ട്, സൂചിപ്പൊടി ഉണ്ട്, ആട്ടാപ്പൊടി ഉണ്ട്. അതിനെ കൊണ്ട് എന്താ ഉണ്ടാക്കിയപ്പോ എപ്പോഴും ഇപ്പം ബേക്കറി ഇങ്ങനെ വാങ്ങാനാകും. നമുക്ക് എന്തൊക്കെ ചെലവുള്ളതാ? അങ്ങനെയൊക്കെയാന്നല്ലേ? അങ്ങനെയൊക്കെയാണ് പ്രശ്നം. എന്താക്കാൻ എനിക്ക് ചുരുക്കി പറയാൻ ഒരു കച്ചറ അവിടെ പൊട്ടി. കച്ചറയൊക്കെ ആണ്. എന്താക്കാനാ? ചൂന്ന് നോക്കാൻ പറ്റുമോ മനസ്സൊക്കെ? നല്ല കുട്ടിയാ, നല്ലതാന്ന് പറഞ്ഞു. അല്ല, ഇത് കൂടെ വന്നിട്ടുണ്ട്, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അല്ല, നമ്മളെ വിഷമം ആരോടും പറഞ്ഞു. ശോഭേച്ചിനോടല്ല ഞാൻ എല്ലാം പറയല്ലേ. എന്തെങ്കിലും നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങളെ പറ്റുമൊന്ന് ഓളെ കണ്ടിട്ടൊന്ന് പറഞ്ഞാളാ. ഞാനിപ്പോ എന്താ പറയാ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എനിക്ക് പറഞ്ഞ ഒന്നും ഏതെങ്കിലും കിട്ടുകയില്ല. നിങ്ങൾ അതിന്റെ ഏതനുസരിച്ച് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ. അവസാനം ഞാൻ നിങ്ങളെ കച്ചറയിൽ ഇടപെട്ടുന്നെല്ലാം കൂടി ആകുമോ? ഇല്ലേ, ഞാൻ പറയാ. നിങ്ങൾ പോടും, നിങ്ങൾ എന്തായാലും ഒന്ന് പോകും. എന്നിട്ടാണെങ്കിൽ അങ്ങേ പോകുക. അതാണ്. ആയിക്കോട്ടെ. ഓളാടെ ഉണ്ട്. എന്നാ പിന്നെ ഞാൻ ഓളോടൊന്ന് പോയിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇനി ഇവിടെ കുത്തിരിനട്ടോ, ഞാൻ വന്നിട്ട് പോയാ മതി അങ്ങോട്ട്. ആയിക്കോട്ടെ. അതിന്റെ ഇടയ്ക്ക് കേറി വരുമൊന്നും ചെയ്യരുത്. സുജേ, സൂജേ. ആ മോളെ, ഒന്നുമില്ല, ഞാൻ കൊറേ ആയില്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. സുധിയുടെ പോയി? സുധിയേട്ടൻ കോളിംഗിലേക്ക് പോയി. അല്ലോ, എന്തായിനു? എനിക്കൊരു വിഷമം പോലെ. ഒന്നുമില്ല ശോഭേച്ചിയെ. എന്ത് ചായയൊക്കെ കഴിഞ്ഞോ? ഓ, ചായക്ക് കൂട്ടില് വാങ്ങാൻ പറഞ്ഞയച്ചതാ കോളനിക്കിലേക്ക്. കൂട്ടലൊന്നും ഇല്ലായിനോ? കൂട്ടിലൊന്നുമില്ല. ഞാൻ അങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ രണ്ട് വർത്താനൊക്കെ പറഞ്ഞ്. എന്തെന്നായിനു? കൊറേ ദിവസമായി ഭയങ്കര ദേഷ്യവും വെറുപ്പുവാ ശോഭേച്ചിയെ. എന്തെങ്കിലും പറയുമ്പോ ഭയങ്കര ചാട്ടാണ്. ആന്നോ? ഞാനല്ലെങ്കിൽ ശോഭേച്ചി രാവിലെ ആകുമ്പോ കടയിൽ പോകുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ രാവിലെ ഇവിടുന്ന് പോകും. എല്ലാം മേശമേൽ ഉണ്ടാക്കി വെച്ച് പോവും. എന്നാലും എന്തെങ്കിലും കറിക്ക് ഉപ്പില്ല, അതിന് ചായക്ക് മധുരല്ലേ, എന്തെങ്കിലും പറഞ്ഞ്. ഇനി പറയാനേരൂല. എനിക്കും തോന്നിക്കത് കുറച്ച് കാലമായിട്ട് ഓനടുത്ത് ഇത്തിരി കൂടുതലാ. അങ്ങനെ വിട്ടുകൊടുക്കരുത്. നമ്മള് പെണ്ണുങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ അങ്ങോളം വിട്ടുകൊടുക്കേണ്ടി വരുമോ? എന്ത് പറഞ്ഞാലും ചാട്ടവും ദേഷ്യവും വെറുക്കുവാണ്. ഇങ്ങനെ ആവുമ്പോ എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യണ്ടേ. ഞാനങ്ങ് വീട്ടിൽ പോകും. ഓന്റെ വിചാരം എന്താ? അങ്ങനെ വിട്ടുകൊടുക്കുന്നു. വിട്ടുകൊടുത്തണ്ടല്ലോ, പിന്നെ എമ്പള കാര്യം പോയി. പിന്നെ എമ്പള കാര്യം പിന്നെ പറയണ്ട. അതാണ്. പിന്നെ ഓനെ കെട്ടിയൊരു കയറ് അതെപ്പോഴും കയ്യിൽ വേണം. വിട്ടോ പിന്നെ നമുക്ക് പിടിച്ചാ കിട്ടുകയല്ല. അതാ. പിന്നെ എന്നോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ, ഞാനൊരു 3-4 ദിവസമായി വിചാരിക്കുന്നു എന്നോട് പറയണമെന്ന്. ഇത് എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ മോളെ എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുകയില്ല. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഞാൻ ബാലുശ്ശേരി പോയതാട്ടോ. ഞാൻ ബാലുശ്ശേരി ആ പീടിയന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നേരുണ്ടല്ലോ മോളെ, ഇവരിങ്ങനെ നടന്നു പോകുക. ഈ എന്റെ വയ്യിലൊരു 3-4 പെൺകുട്ടികള്. പറയരുതിട്ടോ, ശോഭേച്ചിക്ക് പറഞ്ഞിക്കീന്ന് മയത്ത് പറഞ്ഞ് ചോദിക്കണം. പറയല്ലേ മോളെ, എന്റെ അങ്ങനെയുള്ള പിള്ളേർ കൊല്ലു.
രാത്രിയാകുമ്പോ എന്നോട് പറയും ഈ കിടന്നു പോയിട്ട് എന്ന് പറയും ഒരു 9 മണിയാകുമ്പോ. പിന്നെ സുധിയേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഫോൺ വിളിക്കുന്നു കാണാൻ. അപ്പൊ ഞാൻ ചോദിക്കൂ ഇത് ആരാ ഇങ്ങനെ വിളിക്കുന്ന ഫോണിൽ അപ്പൊ എന്നോട് പറയും ഈ പോയി കിടന്നോ നിന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാനങ്ങ് പോയി കിടക്കുകയും ചെയ്യും. ഇത് കൊറേ ദിവസമായി ഇങ്ങനെ ഇനി അങ്ങനെ വിടരുത് എമ്പള അങ്ങനെയൊക്കെ വിചാരിക്ക പോരേന്ന് പരമാവധി കച്ചറ ഒഴിവാട്ടെ എന്നല്ല എമ്പള് വിചാരിക്ക. ഈ വെളിയിന് മെനക്കേട്ടാ പിന്നെ എമ്പക്ക് പറയാണ്ട് ഒഴിവുണ്ടോ? ഞാനിതൊക്കെ എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയാം മോളെ. അല്ലാണ്ട് എനിക്കിപ്പൊ നിങ്ങളെ പൊരേലൊരു കച്ചറയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ആയിക്കോട്ടെ, എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ. എന്താ ചോദിച്ചേ? ഒക്കെ ഞാൻ ശരിയാക്കിക്കും മോനെ. പറഞ്ഞ് ഉള്ളതന്നെയല്ലേ? ഒക്കെ റെഡിയല്ലേ? ഒക്കെ റെഡിയാ. ഒന്നുകൊണ്ട് പറഞ്ഞില്ല നിങ്ങള്. ഓ ഞാൻ എന്നെ പൊന്തിച്ച് പറഞ്ഞിരിക്കണോ? നിങ്ങളെന്താ വേവാ? ഞാൻ അങ്ങോട്ടെ. ഓ ഇനി അങ്ങ് പോട്. സുധിയെ, ഞാൻ ഒരു 4 ദിവസം ഇവിടെ ഉണ്ടാകുകയല്ല. ഞാൻ അങ്ങ് പോവുക. ഇന്ന് പോവുക. അടുത്ത ബസ്സിന് പോവുക. ആയിക്കോട്ടെ. ഞാൻ പോയി. ഓ സുജേ, ഗ്ലാസ് ചായ എടുത്തോ? ചായല്ല ഞാൻ എടുത്തെങ്കിൽ ബിമ്മ് കളിക്കി തരാം. ഇങ്ങോട്ട് കേറി വാന്ന്. കേറ്. ചായ കൊടുത്തോട്ട്. ചായ അല്ല കാപ്പി എടുത്തായിരുന്നു. ചായ വേണമെങ്കിൽ ഉണ്ടാക്കി കുടിച്ചോ. നിങ്ങൾ ലോകം മൊത്തം പ്രേമിച്ച് നടക്കല്ലേ. ഒക്കെ ഞാൻ അറിഞ്ഞെങ്കിൽ 3-4 പെണ്ണുങ്ങളെ കൂടുതൽ നിങ്ങളെ കണ്ടിക്കുന്ന ശോഭേച്ചിനോട് പറഞ്ഞേ. ശോഭേച്ചി അത് പറയാൻ എങ്ങോട്ട് വന്ന്? അറിയില്ലല്ലോ. ഞാൻ മുമ്പിൽ നടക്കും, എന്റെ വേക്കിൽ ആൾക്കാർ എത്ര ആൾക്കാരും ടൗണിൽ കൂടെ നടക്കുമ്പോ അങ്ങനെ തന്നെ അല്ലേ ഉണ്ടാകുക? ശോഭേച്ചിനോട് പറഞ്ഞ അങ്ങനെ കണ്ടിട്ടുണ്ട് പാലശ്ശേരി വെച്ച് നടക്ക്. ഇനി ഞാൻ കൊടുക്കുന്നത് എന്റെ പഠിച്ചോനെ. അപ്പൊ 2000 ഇങ്ങോട്ട് പറഞ്ഞ എന്തിനായാലും പഠിച്ചോനെ. എച്ചാണ് കെട്ടിയത് സാധനം എന്തെന്നായത്? ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം ശോഭേച്ചിനോട്. ഇതാ വെറുതെ എന്നോട് പറഞ്ഞ 4 ദിവസം ഇവിടെ ഉണ്ടാകില്ലെന്ന്. വല്ലാത്തൊരു പെണ്ണുങ്ങളാണ് ഇപ്പൊ. ശോഭേച്ച് അടക്ക് എനിക്ക് ബസ് ഇപ്പം വരും. നിങ്ങളെ ഓടുന്നേ. നിങ്ങള് കുലുമാല വേഗം നോക്കി എവിടെയാ പായ? എവിടെയാ പായ നിങ്ങള്? ഞാൻ പറഞ്ഞില്ല എന്നോട് ഇങ്ങനെ പോകാനുണ്ട്. കുത്തിത്തിരിപ്പുണ്ടാക്കി പോകുക. അടക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരില്ല. 4 ദിവസം കഴിഞ്ഞ് എന്നോട് അറിയുന്നേ. 4 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരില്ല. എന്നാലും കാണിച്ചാ ഏത് നേരത്തെ അപ്പൊ എനിക്ക് പറയാൻ തോന്നി അപ്പൊ കുരിപ്പിനോട് ഇപ്പോഴത്തേക്ക് വണ്ടി കയറി പോയിക്ക്. ഓടുക. അല്ല അടക്ക 3 ദിവസം കഴിഞ്ഞിട്ട് വരട്ടെ. അടക്കാൻ കൊടുക്കുന്നുണ്ട്. ഒരേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പായ ബാഗ് എടുത്ത് വിട്. ബാഗിൽ കുത്തി നിറച്ച് പായല്ലേ അങ്ങോട്ട്. അമ്മേനെ കാണാൻ എന്താ അമ്മ ഇറ്റാ സ്നേഹമല്ലേ അമ്മയോട്. ഇഷ്ടം കെട്ട് സാധനം.